Hello, welcome to market discussion of the day. Today, November 3rd, 2025, Monday ആണ്, പുതിയൊരു വീക്കാണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീക്ക് NFP നോൺ ഫാം പേറോൾ വീക്കാണെന്നുള്ള കാര്യമാണ്. സോ നോൺ ഫാം പേറോളിൽ ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് അല്ലേ. സോ ഈ ആഴ്ച നോൺ ഫാം പേറോളാണ്, വെള്ളിയാഴ്ചയാണ് നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നത്. സോ എല്ലാ ആഴ്ചയും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഈ ആഴ്ച എന്തൊക്കെ ന്യൂസ് വരുന്നു എന്നുള്ളൊരു കാര്യം ഫസ്റ്റിൽ നോക്കാം. അതിനുശേഷം നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോവുകയും ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30ക്കും 10:30ക്കുമാണ് ക്ലാസ് നടക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി ആർക്കെങ്കിലും ഒക്കെ കയറണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് തരികയും ചെയ്യാം. അതിൻ്റെ കൂടെ ലിങ്കും അയച്ചു തരികയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, ഒറ്റ റിക്വസ്റ്റ് എന്താ വെച്ചാൽ 7:30ക്കും 10:30ക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്. സോ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇന്ന് തിങ്കളാഴ്ചയാണ്. നമുക്ക് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ISM മാനുഫാക്ചറിങ് PMIയുടെ ന്യൂസ് വരുന്നുണ്ട്. 8:30 മണി ഇന്ത്യൻ ടൈമിങ്ങിലാണ് ആ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ആ ഒരു സമയത്തൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ജസ്റ്റ് ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറിൽ. നാളെ 3 മണിക്ക് ജോൾഡ് ജോബ് ഓപ്പണിംഗ്, സെയിം 8:30 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ജോൾഡ് ജോബ് ഓപ്പണിങ്ങിൻ്റെ ന്യൂസ് വരുന്നത്. സോ ആ ഒരു സമയത്തൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ബുധനാഴ്ച നമുക്ക് ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് വരുന്നുണ്ട്. സോ അതിനുശേഷം 1:15 ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് വരുന്നത്. 3 മണിക്ക് ISM നോൺ മാനുഫാക്ചറിങ് PMI വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3:30 ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നത്. ഇതെല്ലാം ഡയറക്റ്റ്ലി ഗോൾഡിനെ അഫക്റ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ന്യൂസുകളാണ് എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ നമുക്ക് മറ്റന്നാൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അന്നത്തെ ദിവസം മാറി നിൽക്കുക. ഒന്നാമത്തെ കാര്യം, GBP പ്രത്യേകിച്ച് വലിയ റീസൺസ് ഒന്നും ഇല്ലാതെ തന്നെ താഴോട്ട് പോയി പല സപ്പോർട്ടും എന്താ പറയുക ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണാനായിട്ട് സാധിച്ചു അല്ലേ. സോ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയും കൂടെ ചെയ്താൽ വീണ്ടും GBP താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ബേസിക്കലി എന്താണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഫെഡ്, അതായത് US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ദിവസങ്ങളിൽ അന്ന് ഫെഡ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫെഡിൽ ചേഞ്ചസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ് ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നപ്പോൾ 4.25 നിന്ന് 4% മാറ്റിയത് കൊണ്ടിട്ട് തന്നെ ഈ ആഴ്ച ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വിൽ റെഡ്യൂസ് ദെയർ ഇൻട്രസ്റ്റ് റേറ്റ്. സോ അതൊരു പോസിബിലിറ്റി മാത്രമാണ് കേട്ടോ, നമുക്ക് ഉറപ്പൊന്നുമില്ല. സോ അതൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക, പ്രത്യേകിച്ച് GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അനുബന്ധിച്ച് ഒരു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ചും ഉണ്ട്. ആ സ്പീച്ചും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്പീച്ചിൽ പ്രസ് കോൺഫറൻസ് ഉണ്ടാവും, ചോദ്യങ്ങൾ ചോദിക്കാം. സോ അതിൽ എന്തെങ്കിലും UK എക്കണോമിയെ പറ്റി എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചാൽ പോലും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. സോ അത് കെയർഫുൾ ആയിട്ടിരിക്കുക. GBP തൊടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ വ്യാഴാഴ്ച എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ വെള്ളിയാഴ്ചയാണ് നമ്മുടെ നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നത്. ഫെഡ് ഗവൺമെൻറ് ഷട്ട് ഡൗണിലാണ്. ഓക്കെ, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച GDP അനൗൺസ്മെൻറ്റ്, US നിന്ന് GDP അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ന്യൂസ് വന്നില്ല. അത് ആ ഒരു പർട്ടിക്കുലർ ന്യൂസ് വന്നില്ല. ഫെഡ് ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയതിൻ്റെ പേരിലാണ് അങ്ങനെ ന്യൂസ് വരാതിരുന്നത്. സോ ഇനിയിപ്പോൾ അത് പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പോലും പ്രോപ്പറായിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണോ വരുന്നത് എന്നുള്ളതിനകത്ത് നമുക്ക് ഡൗട്ട് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ബേസിക്കലി നോൺ ഫാം പേറോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം. വെള്ളിയാഴ്ച മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നേരെ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മുടെ JPY USD JPYയിലോട്ട് വരുമ്പോൾ USD JPY 154.138 നിൽക്കുന്നു. സോ അവിടെ 154 മുകളിലോട്ട് പോയോ എന്ന് ചോദിച്ചാൽ പോയില്ല എന്ന് പറയേണ്ടി വരും, പോയില്ലേ എന്ന് ചോദിച്ചാൽ പോയി എന്നും പറയേണ്ടി വരും അല്ലേ. സോ ആ അവസ്ഥയിലാണ് JPY ഉള്ളത്. JPYയിലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പൊളിറ്റിക്കലായിട്ട് അവിടെ പുതിയ
പ്രൈം മിനിസ്റ്റർ ചാർജ് എടുത്തതിന് ശേഷം വളരെ നല്ല ഗ്രോത്താണ് JPYയിൽ ഉണ്ടായിട്ടുള്ളത്. ഐ മീൻ ജപ്പാനിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അത് വളരെ വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണുകയും ചെയ്യണം. കാരണം JPY അടുത്തൊരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമോ, ഓൾ ടൈം ഹൈ ആയിട്ടുള്ള, ഓൾ ടൈം ഹൈ അല്ല, കഴിഞ്ഞൊരു ഏകദേശം ഒരു ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയൊരു ഒരു 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 എന്താ പറയുക, ഒരു ഉയർച്ച എന്ന് പറയുന്നത് 162 ഓക്കെ, 162 ഒരു 6 മാസം മുന്നേയൊക്കെയാണ് 162 നമുക്ക് വലിയ ഇതെടുത്തു കഴിഞ്ഞാൽ, നമുക്കൊരു ഡെയിലി ക്യാൻഡിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും JPY 162 എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു ഫെബ്രുവരി ജാനുവരി സമയത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു 162. കണ്ട 162 ജൂലൈ കഴിഞ്ഞ വർഷമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ വർഷമാണ്, ഞാൻ വിചാരിച്ചു ഈ വർഷമായിരുന്നു, പെട്ടെന്ന് സമയം പോകുന്നുണ്ട്. സോ ജൂലൈ കഴിഞ്ഞ വർഷം 162 വരെ പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. പിന്നീട് മാർക്കറ്റ് 158 ആ ലെവലിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് 142 വരുന്നതും പിന്നീട് ഇപ്പോൾ മാർക്കറ്റ് വന്നിട്ട് 154 വന്ന് നിൽക്കുന്നതും. ഓക്കെ, സോ നമുക്ക് ബേസിക്കലി 150 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പണായി, 152 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പണായി. അപ്പോഴും നമ്മൾ പറഞ്ഞു 152 to 154. ഇനി 154 മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഇനി അടുത്തത് 156 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു 200 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് നോർമലി JPYയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോഴും നമുക്ക് JPY 152 മുകളിൽ കയറിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാറായിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതുകൊണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ഇന്ന് രാത്രിയിൽ അവസാനിക്കുന്നത് 152 മുകളിലാണ്. നാളെ രാവിലെ 7:30 മണിക്ക് 154 മുകളിലാണ് എങ്കിൽ 154 മുകളിൽ നിന്ന് തന്നെ നമുക്കൊരു ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോകാവുന്നതുമാണ്. ഓക്കെ, അങ്ങനെ 154 മുകളിൽ ബൈ എൻട്രി എടുക്കുന്ന ആൾക്കാർ 153.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോകേണ്ട കാര്യം കൂടെയാണ്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് JPYയിൽ നിന്ന് മാറി നിന്ന് ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ ഇപ്പോൾ ബൈ ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലാണ്. 1.1500 നമ്മൾ എപ്പോഴും ബൈ ചെയ്യാൻ പറയുന്നത് അല്ലേ. സോ 1.1500 അവിടുന്ന് തന്നെ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, 1.1500 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1440 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ GBPയിൽ നിൽക്കുമ്പോൾ GBP 1.3137 നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ 1.3100 ആണ് നമുക്ക് അടുത്ത ബൈ പോയിന്റ്. പല ആൾക്കാരും ഇന്നലെ വെള്ളിയാഴ്ചയും ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എന്താ പറയുക, നമ്മൾ ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുക. അവരെല്ലാവരും പ്രോഫിറ്റിലാണ്. പൊസിഷൻ ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. കാരണം പൊസിഷൻ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു അപ് ട്രെൻഡ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 1.3100 ബൈ എടുക്കുന്ന ആൾക്കാർ 1.3040 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോകേണ്ട കാര്യം കൂടെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് ഈ വീക്ക് അവസാനമാണുള്ളത്. സോ അത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം കൂടെയാണെന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ബേസിക്കലി GBPയിൽ ഈ ഒരു അവസരം നമ്മൾ എടുത്ത് പോവുക എന്നുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് വെക്കണം കേട്ടോ. കാരണം ഇവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കാതെ GBPയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. സപ്പോസ് എങ്ങാനും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 1.2800 വരെയൊക്കെ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് കേട്ടോ. സോ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ് നമ്മുടെ GBPയുടെ കാര്യത്തിനകത്ത്. ഓക്കെ, സോ ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് വീണ്ടും ഗോൾഡിൻ്റെ മറ്റേ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ വിചാരിച്ചു സ്റ്റേബിളായിട്ട് പോകുമെന്ന്. സോ കഴിഞ്ഞ ഒരു ക്യാൻഡിൽ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 4019 നിന്നെയാണ്. ഇപ്പം നോക്കിയപ്പോൾ 4005. സോ ഒറ്റയടിക്കൊക്കെയാണ് $15 താന്നത്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നല്ല വോളറ്റാലിറ്റി ഉള്ളൊരു സമയം കൂടെയാണ്. നമ്മൾ നല്ല രീതിയിൽ നോക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പണി കിട്ടും എന്നുള്ളതിനകത്ത് വേറെ ഡൗട്ടൊന്നുമില്ല. ഓക്കെ,
സോ ബേസിക്കലി ഞാൻ ഇപ്പോഴും ഗോൾഡിൽ സ്റ്റേബിൾ ആയിട്ടില്ല. അതുകൊണ്ടിട്ട് ഇപ്പോഴും എനിക്ക് ഒന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാനായിട്ട് ഗോൾഡിൽ പറയാനായിട്ട് പേടിയാണ്. ഓക്കെ, ഗോൾഡിൽ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ അടുത്ത് ചോദിച്ചാൽ 3930 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യാം. 3915 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ള ആൾക്കാർക്ക് ഇടാം. ഇല്ല എന്നുള്ള ആൾക്കാർക്ക് ഒരു $30 താഴെ 3900 എന്ന് പറയുന്ന റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ എന്തുകൊണ്ട് ബൈ എന്ന് ചോദിച്ചാൽ അവിടെ കഴിഞ്ഞ വട്ട പ്രീവിയസ് റെസിസ്റ്റൻസ് തന്നെയാണ് അവിടത്തുള്ള ഒരു ബൈ എന്ന് ഞാൻ എടുത്ത് പറയുന്നത്. പക്ഷേ നമുക്ക് ഉറപ്പായിട്ടുമുള്ളൊരു ബൈ എൻട്രി 3830 സോ 830 ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻറ്റ് ആയതുകൊണ്ടിട്ട് തന്നെ 3830 നിന്ന് വേണം എന്നുള്ള ആൾക്കാർക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. അവിടെ വരെ മാർക്കറ്റ് എത്തുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും മാർക്കറ്റ് അവിടെ എത്തിക്കിട്ടിയാൽ 3830 ഇല്ലാത്ത പക്ഷം 3930 വരെ നമുക്ക് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുകയും അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ നേരത്തെ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്നലെ ചെയ്ത റീലാണ്. സോ ബേസിക്കലി നമുക്ക് ഒരു 4 സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചടിച്ച് പോയാൽ പോലും നമ്മുടെ ഇക്വിറ്റിയിൽ നിന്ന് 10% കൂടുതൽ പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഒറ്റ റൂള് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ പല ആൾക്കാരും എൻ്റെ അടുത്ത് ബ്രോക്കർ ഏതാ യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു ബ്രോക്കർ നമ്മൾ എടുക്കുകയാണെങ്കിലും, സ്റ്റാർ ട്രേഡറിൽ ഏത് ബ്രോക്കർ എടുക്കുകയാണെങ്കിലും അതിൻ്റെ റെഗുലേഷൻ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ ആ ബ്രോക്കറിൽ നമ്മൾ പൈസ ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ UAE താമസിക്കുന്ന ആൾക്കാർ സ്കാഡ റെഗുലേഷൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, സോ അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക്, ഇന്ത്യയിൽ പ്രത്യേകിച്ച് റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ നമ്മൾ ഗ്ലോബലി എന്തൊക്കെ റെഗുലേഷൻസ് ആണ് ഉള്ളത്, ഗ്ലോബലി ഉള്ള ഏറ്റവും വലിയ 2 റെഗുലേഷനാണ് UK FCയുടെ റെഗുലേഷനും UAE സ്കാഡ റെഗുലേഷനും ഓസ്ട്രേലിയയിലുള്ള ASICയുടെ റെഗുലേഷനും. സോ ഈ 3 റെഗുലേഷനും ഉള്ള കമ്പനിയാണ്. അതിൻ്റെ കൂടെ വേറെ ഒരുപാട് റെഗുലേഷൻസും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് ബോണസ്. ഓക്കെ, സോ ഫസ്റ്റ് UK ക്ലയൻറ്റ്സ് ആണെന്നുള്ള യൂറോപ്യൻ ക്ലയൻറ്റ്സ് ആണെങ്കിൽ ഫസ്റ്റ് $1000 വരെ 100% ബോണസ്. 1000 ഇടുന്ന ഒരാൾക്ക് $2000 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. സോ അതിൽ കൂടുതൽ എത്ര പൈസ ഇടുന്നു അതിൻ്റെയൊക്കെ 20% ബോണസും അവർ തരുന്നതായിരിക്കും. എപ്പോഴൊക്കെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് അല്ല, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് തരികയും ചെയ്യും. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ ക്ലയൻസിനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് $500 50% ആയിരിക്കും തരുന്നത്. അതായത് $500 ഇടുന്ന ഒരാൾക്ക് $750 ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ടോട്ടൽ ഇടുന്ന പൈസയുടെ 20% ബോണസ് കിട്ടും. അതായത് $1000 ഇടുന്ന ഒരാൾക്ക് ആദ്യത്തെ $500 50% എന്ന് പറഞ്ഞാൽ $250 അവിടെ ബോണസും ബാക്കിയുള്ള $500 20%, അതായത് ബാക്കിയുള്ള 500 20 എന്ന് പറഞ്ഞാൽ $100. അതായത് 1000 ഇടുന്ന ഒരാൾക്ക് $1350 ഇക്വിറ്റി കിട്ടുകയും അതിൽ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. പിന്നീട് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും കമ്പനി തരുന്നതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ എന്തായാലും സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാറിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. UAE ക്ലയൻസിന് പ്രത്യേക ലിങ്കാണ്, അത് ശ്രദ്ധിച്ച് അത് എടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക. ഓക്കെ, രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, നമുക്കൊരു മാനേജരും ഉണ്ടാവും. മാനേജർ മലയാളിയാണ്. പുള്ളിക്കാരനുമായിട്ടും കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്കൊന്ന് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം എനിക്കൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. ആ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്തു പോവുകയും ചെയ്യാമെന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.